ഹായ്, നമസ്കാരമുണ്ട് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. രാവിലെ ഇന്നുണ്ടോ ഈ കപ്പ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഇത്ര കപ്പാന്ന്. ഇത് ഇന്നലെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നല്ല വെയിലായിട്ട് ഇന്നലെ ഉച്ച മുതൽ മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ അതുപോലത്തെ മഴയായിരുന്നു. അപ്പോൾ ഒരു കാറ്റിൻ്റെ ഒരു ചലനം എന്ത് ചെയ്തു, നമ്മൾ മുകളിൽ താഴെയുമായിട്ട് മുകളിലുള്ളത് എൻ്റെ അമ്മയുടെ ഇളയച്ചൻ്റെ കപ്പയാണ്, താഴെയുള്ളത് നമ്മുടെ കപ്പയും. അപ്പോൾ ആ കപ്പയിൽ ഇതാ ഇത്ര പോരെ ആയതുള്ളൂ കപ്പ, നല്ല മുഴുപ്പെത്തണം. അപ്പോൾ അതിന് മുമ്പേ ഇത് ഉടഞ്ഞങ്ങ് താഴോട്ട് പോയി. അപ്പോൾ അതിൽ നിന്ന് നോക്കിയപ്പോൾ കിട്ടിയ കിഴങ്ങാണിത്. അപ്പോൾ ഈ കിഴങ്ങ് കണ്ടപ്പം എനിക്ക് എന്ത് തോന്നിയെന്നറിയുമോ, ഞാൻ പഴയൊരു നൊസ്റ്റാൾജിയ വന്നു എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഗ്രാൻഡ് മദറും അവരൊക്കെ നമുക്ക് പണ്ട് നമുക്ക് ചെയ്തു തരുമായിരുന്നു, ഒരു സംഭവം ചെയ്തു തരുമായിരുന്നു. ഒന്നല്ല, സിമ്പിളാണ്, ഇപ്പോഴും ചെയ്യുന്നവർ കാണും. അപ്പോൾ എനിക്ക് ഇന്ന് അങ്ങനെയാണ് തോന്നുന്നത്. ഏതായാലും ഇത്രയും കപ്പയുണ്ടല്ലോ, പിന്നെ പുഴുങ്ങാനൊന്നും പറ്റൂല. പുഴുങ്ങാതപ്പം എന്ത് ചെയ്യാം? അപ്പോൾ ആ സംഭവമാണ് ഇത്. നമുക്ക് ആദ്യം ഇത് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തിട്ട് ഞാൻ എൻ്റെ തൊണ്ടും കൂടെ കളയട്ടെ. തൊണ്ട് കളഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. ഒറ്റ മുഴുത്ത ആ ഒരു കപ്പ മാത്രമേ എടുത്തുള്ളൂ. ഇത് മാത്രം മതി എനിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ട് എൻ്റെ തൊണ്ടും കൂടെ കളയട്ടെ. അപ്പം അതേ കപ്പ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി കേട്ടോ, പിന്നെ എനിക്ക് തിന്നാനല്ലേ. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കപ്പയ്ക്ക്. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കാണിക്കാം. ഇനി നേരെ നമുക്ക് അങ്ങോട്ട് അടുക്കളയിലോട്ട് പോകാം. കണ്ടോ, ഞാൻ അടുക്കളയിലെത്തിയേ. ഇതുണ്ടോ, ഇപ്പം നന്നായിട്ട് കത്തി നല്ല കനലായിട്ടുണ്ട്. ഞാൻ ആദ്യമേ വിറക് കത്തി കനലാൻ വെച്ചായിരുന്നു. അപ്പോൾ ആ കനലിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ കപ്പയില്ലേ ഇടാൻ പോവുകയാണ്. ഇത് തന്നെ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് വെന്ത് വരണം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ തിന്നും കൂടെ കാണിക്കും. കനലിൻ്റെ നടുവിലോട്ടിരുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ചുട്ടെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഹായ്, അപ്പോൾ നമ്മുടെ കപ്പ ചുട്ട് വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരബദ്ധം പറ്റി. ഇത് വലിയ വേവാത്ത സൈസാണ്. കാര്യം ഇത് ഇളന്താളിച്ചാണോ എന്നൊരു സംശയമുണ്ട്. ഇത് പക്ഷേ പുട്ടുപോലെ വേവുന്ന സൈസാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് നന്നായിട്ട് നമ്മൾ തിന്നുമ്പോൾ അതിൻ്റെ ചൂട് പറക്കണം. കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.